നമസ്കാരം. ഇന്ത്യക്കാരെ ദ്രോഹിക്കണം എന്ന ഒറ്റ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം അമേരിക്കൻ ജനതയെ രക്ഷിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കലും. അതിനായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമോ അതൊക്കെ ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുന്നുണ്ട്. പുതിയ H1 വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം. സർക്കാർ ഏജൻസികൾക്കും യൂണിവേഴ്സിറ്റികൾക്കുമാണ് ടെക്സസ് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമേരിക്കയിൽ തൊഴിൽ തേടുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ നടപടി. പുതിയ H1B വിസകൾ അടിയന്തരമായി മരവിപ്പിക്കണം എന്നാണ് ഏജൻസി തലവന്മാർക്കും യൂണിവേഴ്സിറ്റികൾക്കും ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിസ പ്രോഗ്രാമുകൾ ചൂഷണം ചെയ്യുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സർക്കാർ ഏജൻസികളിലും സർവകലാശാലകളിലും പുതിയ H1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത് അമേരിക്കക്കാർക്ക് ജോലി ലഭ്യത ഉറപ്പുവരുത്തുവാനും വിസ പദ്ധതിയിലെ ദുരുപയോഗം കണക്കിലെടുത്താണ് പുതിയ H1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ റിപ്പബ്ലിക്കൻ ഗവർണർ നിർദ്ദേശം നൽകിയത്. ടെക്സസ് വർക്ക് ഫോഴ്സ് കമ്മീഷന്റെ അനുമതി ലഭിക്കുന്ന ചില കേസുകൾ ഒഴിച്ചാൽ മരവിപ്പിക്കൽ നടപടി 2027 മെയ് 31 വരെ നിലനിൽക്കും. യോഗ്യതയുള്ള അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കാൻ ശ്രമിക്കാതെ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനായി ചിലർ H1B വിസ പദ്ധതി ദുരുപയോഗം ചെയ്യുന്നതായി ഗവർണറുടെ ആരോപണം. ചില സന്ദർഭങ്ങളിൽ അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പകരം H1B വിസയിലുള്ള നിയമിക്കുന്നതായും ആരോപണമുണ്ട്. അമേരിക്കയിലെ ജോലി അമേരിക്കക്കാർക്ക് മാത്രം എന്നാണ് ഗവർണർ നിർദ്ദേശത്തിൽ പരാമർശിക്കുന്നത്. H1B വിസ പുതുക്കുവാനും പുതിയത് ലഭിക്കുവാനുമായി എത്ര അപേക്ഷകൾ വന്നുവെന്നും നിലവിലെ വിസ ഉടമകളുടെ എണ്ണം, അവരുടെ രാജ്യം, അമേരിക്കക്കാരെ നിയമിക്കാൻ നടത്തിയ ശ്രമങ്ങൾ എന്നിവയടക്കമുള്ള വിശദമായ വിവരങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2026 മാർച്ച് 27-നകം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ വർഷമാണ് H1B വിസ ഫീസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുത്തനെ ഉയർത്തിയത്. വാർഷിക ഫീസ് $1,00,000 ഉയർത്തിയത് അമേരിക്കയിൽ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു പുതിയ തീരുമാനം. $1,00,000 ഭരണകൂടം ഒറ്റയടിക്ക് ഫീസ് ഉയർത്തിയത്. അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും US ട്രഷറിയുടെ വരുമാനം ഉയർത്തുന്നതിനുമാണ് H1B വിസ ഫീസ് ഉയർത്തിയത് എന്നായിരുന്നു ട്രംപിന്റെ തൊടുന്യായം. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾക്കും സർവകലാശാലകൾ, ഇവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവയിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയായിരുന്നു നിർദ്ദേശമെത്തിയത്. എന്തായാലും ടെക്സസ് സമ്പദ് വ്യവസ്ഥയിലെ ടെക്സസിലെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും പ്രയോജനകരമാകുമെന്നാണ് ഗവർണറുടെ വാദം. യോഗ്യരായ അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുന്നതിന് ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്താതെ വിദേശ തൊഴിലാളികളെ കുറഞ്ഞ വേതനത്തിന് നിയമിക്കുന്ന ഈ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് ഈ നടപടി ഭരണകൂടം ശക്തമാക്കിയിരിക്കുന്നത്.